There you are. Welcome to Blue Waters Island. ദുബൈയുടെ ലോബി ഒരു രക്ഷയില്ല. Hey guys, welcome to my YouTube channel. So ഇത് ഞങ്ങളുടെ 2025 ഫസ്റ്റ് ട്രിപ്പാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈസ് ഇൻ ദുബായ്. സോ 2025 തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അഡ്വഞ്ചറസ് ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് കണ്ടെത്തിയ ഒരു സ്ഥലമാണ് ഈ ദുബായ് എന്ന് പറയുന്നത്. ദുബായിൽ എന്തൊക്കെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും എല്ലാവർക്കും അറിയായിരിക്കും. Now in case if you don't know, you can keep watching. And ഇതൊരു 6-day 5-night ട്രിപ്പാണ്. ഓക്കെ, 6 day ഞങ്ങൾ തിരിച്ചു പോകും. സോ യാ 6-day 5-night ട്രിപ്പാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ. ഇപ്പം ടൈം 6 o'clock ആയി. ഞങ്ങൾ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്ത് ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. ബട്ട് ഇന്നത്തെ നമ്മുടെ ഐറ്റിനറി എന്ന് പറയുന്നത് ഈസ് ടു എക്സ്പ്ലോർ ദുബായ് മറീന. ദുബായ് മറീന എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രൈം സ്പോട്ടാണ്. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ. സോ ഈ ഒരു 6-day ട്രിപ്പിന്റെ 5-day ട്രിപ്പാണ്. എൻ്റെ മൊത്തം ഒരു വ്ളോഗ് സീരീസ് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങളുടെ ഐറ്റിനറീസും ഞങ്ങളുടെ എക്സ്പീരിയൻസും മൊത്തം ഞാൻ ഷെയർ ചെയ്യാം. സോ ദാറ്റ് യു ഗൈസ് ക്യാൻ പ്ലാൻ യുവർ പെർഫെക്റ്റ് ദുബായ് ട്രിപ്പ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കീപ് വാച്ചിങ്. സോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നതാണ് ദുബായ് മറീന. ഇപ്പൊ ദുബായ് മറീന എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെന്റ് സിറ്റി. ഈ ദുബായിയുടെ ഒരു പ്രത്യേകതയാണല്ലോ, ലൈക്ക് ഒന്നുമില്ലാത്ത ലാൻഡ്സ്കേപ്സ് നിന്ന് എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റീസ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആണ് ഈ ദുബായ് മറീന. ഇപ്പൊ ദുബായ് മറീന എന്ന് പറഞ്ഞ ഒരു വാട്ടർ ഫ്രണ്ട് സിറ്റിയാണ് വിച്ച് ഇസ് ബിൽറ്റ് അറൌണ്ട് ദിസ് കനാൽ. ആ കനാലായി കാണുന്നത്. കനാലിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 kilometers വരും. അതിന്റെ 2 സൈഡിലും അതുപോയി കടലിൽ ചേരും. ആൻഡ് അതിന് ചുറ്റും ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് സിറ്റിയാണ് നമ്മുടെ ദുബായ് മറീന. ഇതൊരു പ്രൈം സ്പോട്ടാണ്. ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കനാല് തന്നെ അതിൻ്റെ ഒരു വളരെ ഒരു ബ്യൂട്ടിയാണ്. നോക്കിക്ക്, ഇവിടെ ഒരു യോട്ട് ക്ലബ്, ലൈക്ക് യോട്ട്സ് ഒക്കെ റെന്റിന് എടുക്കാം. ലക്ഷറി ആണ് ഇവിടെ മൊത്തം. ഈ കനാലിൽ കൂടെ ഇങ്ങനെ യോട്ട് ക്ലബിൽ യാത്ര ചെയ്യാം. വളരെ ഒരു അടിപൊളി സ്പോട്ടാണ്. ആൻഡ് ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്സ്. ഇവിടെ വൺ ഓഫ് ദി ടോളസ്റ്റ് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഉള്ള സ്ഥലമാണ് ഈ ദുബായ് മറീന എന്ന് പറയുന്നത്. സോ അപ്പുറത്തെ സൈഡിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ JBR ബീച്ച് ഉണ്ട്. സോ ഒരു സൈഡിൽ നമ്മുടെ മൊത്തം സിറ്റി, മറ്റേ സൈഡിൽ നമ്മുടെ സീ സൈഡ് എക്സ്പീരിയൻസ്. അപ്പം മൊത്തത്തിലൊരു ലൈവ്ലി സ്പോട്ടാണ്. പിന്നെ നമ്മുടെ മെറീന വാക്ക് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് ദി വാക്ക്. അതായത് ഒരു ചുറ്റും ഒരു വാക്ക് വേണ്ടി കനാലിന്റെ ചുറ്റും. ആൻഡ് ഇറ്റ്സ് ഫുൾ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ആൻഡ് കാഫേസ് ആൻഡ് പ്ലേസസ് വെർ യു ക്യാൻ ചിൽ. അപ്പൊ ഇങ്ങനെ ഒരു സ്പോട്ടാണ് ദുബായ് മറീന. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പോകാനുണ്ട് മെയിൻ ബീച്ച് ഏരിയയിലേക്ക്. സോ ലെറ്റ്സ് ഗോ. സമയം ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ദുബായ് മറീനയുടെ വാക്ക് വേ വഴി ഞങ്ങളിപ്പോൾ നടന്നില്ല. കാരണം ഞങ്ങൾക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു. സോ വി ഡിസൈഡ് ടു ഗോ ടു ദി JBR. കാരണം അവിടെയാണ് നമ്മുടെ പ്ലാൻസ്. ആൻഡ് മറീന മോളുടെ മുന്നിൽ നിന്നൊരു ട്രാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് JBRൽ ഇറങ്ങാൻ പറ്റും. 2 സ്റ്റോപ്സ് ഉണ്ട്, JBR 1 and 2. ദുബായ് മറീനയിലും സ്റ്റോപ്പ് ഉണ്ട്, മെയിൻ മറീനയുടെ പോയിന്റിൽ. ബട്ട് ദെൻ നമ്മൾ നമ്മുടെ ഒരു കഴപ്പ് കാരണം JBR വരെ നടക്കാൻ തീരുമാനിച്ചു. ബിക്കോസ് വി വാണ്ടഡ് ടു എൻജോയ് ദിസ് വ്യൂ. അപ്പോൾ നമ്മളൊരു ടാക്സിയോ ട്രാം എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ സുഖമായിട്ട് ഇതൊക്കെ കണ്ടു നടക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് JBR ബീച്ചിന്റെ മുമ്പിലാണ്. ഇവിടത്തെ ഞങ്ങൾക്ക് ഇതുവരെ കണ്ടതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഹിപ്പായിട്ട് അടിപൊളിയായിട്ട് തോന്നുന്ന ഒരു സ്പോട്ടാണിത്. ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പയ്യെ പയ്യെ സിറ്റി ലൈറ്റ്സ് തെളിഞ്ഞു വരുന്നുണ്ട്. ആൻഡ് ദിസ് ലുക്സ് സോ കൂൾ. ഭയങ്കര ഒരു ലൈവ്ലി ഏരിയ. ഫുൾ അവിടെ ഫുഡ് സ്ക്വയർസ് ഉണ്ട്. അവിടെ കുറെ റെസ്റ്റോറൻറ്റ്സ്, കാഫേസ് എല്ലാം. ഇത് ബീച്ച് എന്ന് എഴുതി വെച്ചിരിക്കുന്നതിനെ കാണാൻ ഇറ്റ്സ് സോ ഗുഡ്. ഇതിന്റെ അപ്പുറത്ത് നമ്മുടെ JBR ബീച്ചാണ്. സോ നമുക്ക് അവിടെ പോയി നോക്കാം എന്താന്ന്. അതായത് ഇവിടുത്തെ വലിയൊരു വാട്ടർ ഫ്രണ്ട് കമ്മ്യൂണിറ്റി ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ JBR എന്ന് പറഞ്ഞാൽ ജുമൈറ ബീച്ച് റെസിഡൻസ്. ഇവിടെ കുറെ റെസിഡൻഷ്യൽ ബിൽഡിങ്സ്, കുറെ റെസ്റ്റോറൻറ്റ്സ്, കാഫേസ്, ഇതുപോലെ മൊത്തത്തിൽ വൈബ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. സോ ലെറ്റ്സ് ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ക്യാച്ച് ദി വൈബ് ഓഫ് ദി പ്ലേസ്. Oh my god guys, look at this place. നിങ്ങൾ ആ ദൂരെ കാണുന്നത് കണ്ടോ? അതെന്താണെന്ന് നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങൾ പറഞ്ഞു തരാം. ബട്ട് നിങ്ങൾ ദുബായിയുടെ എവിടെ വ്ളോഗ്സോ റീൽസോ കണ്ടപ്പോഴും നിങ്ങൾ ഈ ഒരു ഒബ്സർവേഷൻ വീല് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. സോ അതെന്താണെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ പറയാം. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നത് ഈസ് JBR ബീച്ച്. Oh my god, such a lovely place. ഇവിടെ മൊത്തം ഈ റെസ്റ്റോറൻറ്റ്സും കാഫേസും, അവിടെ നിന്ന് മ്യൂസിക് കേൾക്കുന്നുണ്ട്. അടിപൊളി ഒരു സ്പോട്ട്. സോ ഈ JBR ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ either you can come here to chill, അല്ലെങ്കിൽ ഇവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസും സ്പോർട്സും ഒക്കെ ഉണ്ട്. ലൈക്ക് ടക്കിഷീസ് കാസിൽ പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ പണിത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം.
സോ മൊത്തത്തിൽ ഇറ്റ് ലുക്സ് ഗ്രേറ്റ്. ഈ സ്ഥലത്ത് എത്താൻ വേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ അരമണിക്കൂറായിട്ട് നടക്കുന്നത്. വി കുഡ് ഹാവ് ജസ്റ്റ് ഗോട്ട് എ ക്യാബ്, ബട്ട് ദെൻ വൈബ് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചാണ്. സോ യാ, സോ ഇത് നമ്മുടെ JBR ബീച്ചിന്റെ സൈഡിലുള്ള ചില അപ്പാർട്ട്മെന്റ്സ് ആണ്. ആൻഡ് ദിസ് ഇസ് ദി JBR ബീച്ച്. എനിക്ക് തോന്നുന്നു വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ രാത്രി ആയതുകൊണ്ട് നിന്നിട്ടുണ്ടാവും, ബട്ട് ദെൻ സോ കൂൾ. നിങ്ങൾ ദുബായിൽ വരുവാണെങ്കിൽ ഒരിക്കലും ഈ സ്പോട്ട് നിങ്ങൾ മിസ്സാക്കരുത്. സോ ലെറ്റ്സ് വാക്ക്. ഇപ്പൊ എന്റെ ബാക്കിൽ ആണ് ദ ബ്ലൂ വാട്ടേഴ്സ് പെഡസ്ട്രിയൻ ബ്രിഡ്ജ്. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ഗ്ലാസ് ബ്രിഡ്ജ് വിച്ച് ഇസ് കണക്ടിങ് ദിസ് JBR ബീച്ച് ടു ദി ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ്. അപ്പോൾ ഇവിടുന്ന് ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിലേക്ക് ഡയറക്റ്റ്ലി എത്താൻ വേണ്ടിയുള്ള ഒരു ബ്രിഡ്ജാണിത്. ആൻഡ് ഇത് ക്രോസ് ഏകദേശം ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് ഏകദേശം 30 minutes. സോ ലെറ്റ്സ് സീ. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സീനിക് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾ ദീസ് ടോൾ ബിൽഡിങ്സ് ആൻഡ് സൈഡിൽ നമ്മുടെ JBR ബീച്ച്, ഫുൾ യോട്ട്സ് പോകുന്ന സീൻ. ആക്ച്വലി ഇവിടെ സൺസെറ്റ് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരുന്നേനെ, ദി ഗോൾഡൻ അവർ. ബട്ട് ഞങ്ങളത് മിസ് ചെയ്തു. ഞങ്ങൾക്ക് പക്ഷെ നൈറ്റ് വ്യൂ കിട്ടി. ആൻഡ് ദിസ് ഇസ് ടു ഗുഡ്. അടിപൊളിയാണ് കാണാനായിട്ട്. രണ്ട് സൈഡിലും ഫുൾ ഓഫ് ലൈറ്റ്സ്. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, അതായത് നമ്മളിവിടെ ക്രോസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാനും വ്യൂ കാണാനും വേണ്ടിയുള്ളൊരു സ്പോട്ടാണിത്. ഓ മൈ ഗോഡ്, അടിപൊളിയായിട്ടുണ്ട്. ഓ അവര് ഭയങ്കരമായിട്ട് വൈബ് ചെയ്ത് പോകുന്നു. സോ ജസ്റ്റ് ടു ഗുഡ്. എനിക്കെന്റെ ഭംഗി ഇങ്ങനെ കണ്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല. ഇറ്റ്സ് വെരി ലൈവ്ലി, വെരി ബ്യൂട്ടിഫുൾ, സോ കളർഫുൾ. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ദിസ് ഇസ് ഐൻ ദുബായ് വിച്ച് ഇസ് ദ വേൾഡ്സ് ടോളസ്റ്റ് ഒബ്സർവേഷൻ വീൽ. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 250 meters ആണ്. ഇതുവരെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ജാൻവീൽസിലെ ബിഗ്ഗസ്റ്റ് വൺ വാസ് ലണ്ടൻ ഐ. ബട്ട് ലണ്ടൻ ഐയുടെ ഹൈറ്റ് ഇസ് അറൌണ്ട് 135 meter. അപ്പൊ നമ്മൾ രണ്ട് ലണ്ടനെ ഇങ്ങനെ മുകളിൽ വെച്ചാലും ഐൻ ദുബായ് വിൽ സ്റ്റിൽ ബി ടോളർ. സ്റ്റിൽ ബി ടോളർ അല്ല, ഇറ്റ് വിൽ ബി കമ്പയറബിൾ. ഏകദേശം 250 meters ആണ് ഇതിന്റെ ഹൈറ്റ്. ആൻഡ് ഇതിൽ 48 cabins ഉണ്ട്. ഓരോ ക്യാബിൻസിനും ഏകദേശം 40 ആൾക്കാരെ വരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതിങ്ങനെ ഒരു റൗണ്ട് എടുത്ത് ഫുൾ ചുറ്റി ഏറ്റവും മുകളിലെത്തി 250 meters നിന്ന് മൊത്തം ഇവിടുത്തെ ഏരിയ ഒക്കെ കണ്ട് ഒരു ട്രിപ്പ് അടിച്ച് താഴെ വരാൻ പറ്റും. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റിനറി. സോ ലെറ്റ്സ് ഗോ. വെൽക്കം ടു ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് ദുബായ്. ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് എന്ന് പറയുന്നത് നമ്മുടെ JBR ദുബായിലെ JBRന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു മാൻമെയ്ഡ് ഐലൻഡ് ആണ്. മാൻമെയ്ഡ് ഐലൻഡിന്റെ സൈസ് വരുന്നത് ഏകദേശം 130 acres ആണ്. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് സറൗണ്ടഡ് ബൈ ദി അറേബ്യൻ ഗൾഫ്. ഇപ്പൊ നമ്മൾ ഗൾഫിൽ പോകുന്നൊക്കെ യൂഷ്വലി പറയുമ്പോൾ നമ്മൾ ഈ ഒരു അറേബ്യൻ ഗൾഫിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ്സ് എ സ്മോൾ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ salt water body which is surrounded by lands on all the sides അല്ല most sides, and ഒരറ്റം ചെന്നിട്ട് കടലിൽ ചെന്ന് ചെയ്യും. അപ്പൊ ഈ നമ്മുടെ ഐലൻഡ്, നമ്മുടെ ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് സറൗണ്ടഡ് ബൈ ദിസ് അറേബ്യൻ ഗൾഫ്. അപ്പൊ അതുകൊണ്ട് തന്നെ യു കെൻ ഇമാജിൻ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഏത് സൈഡിൽ നോക്കിയാലും നമ്മുടെ സീ വ്യൂ ആണ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു കിഡു ഐലൻഡ് ആണ് ഇത്. ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ വാട്ടർ ഫ്രണ്ട് ഡെസ്റ്റിനേഷൻ ഇൻ ദുബായ്. അപ്പൊ 130 acres ഉള്ളെങ്കിലും ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭയങ്കര ലക്ഷറി സ്പോട്ടാണ്. അതായത് ഫുൾ എന്റർടൈൻമെന്റ് സ്പോട്സ്, പബ്സ്, റെസ്റ്റോറൻറ്റ്സ്, കാഫേസ്, ഭയങ്കര ഒരു വൈബ് സ്ഥലമാണ് ഇത്. ഇപ്പൊ എന്റെ ബാക്കിൽ തന്നെ കണ്ടില്ലേ, ഞാനിപ്പോ ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിൽ ഒരു സെന്റർ സ്പോട്ടിലാണ് നിൽക്കുന്നത്.
സോ ഇതാണ് നമ്മുടെ ഐൻദുബൈയുടെ ലോബി. ലൈക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സം ഫ്യൂച്ചറിസ്റ്റിക് തിങ്. വേറെ എന്തൊരു ലോകത്തെത്തി പോലെ. ഇറ്റ്സ് ഓൾ ഇൻ വൈറ്റ്, ഫുൾ ഓഫ് സ്ക്രീൻ, സോ കളർഫുൾ. എന്തൊരു സ്ഥലമാണ് ഇത്. ഇറ്റ് ലുക്സ് സോ ഗുഡ്. ഓക്കെ, അവിടെ നമുക്ക് പ്രീമിയം ഗേറ്റ് കാണാം. ഇവിടെ എന്താ ബോർഡിംഗ് ഗേറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടിക്കറ്റ്സ് നമ്മൾ ഓൾറെഡി ഓൺലൈനാണ് ബുക്ക് ചെയ്തത്. സോ ഇത് ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് കയറി നോക്കാം. സോ ഐൻദുബൈയുടെ ടിക്കറ്റ് എടുക്കാനായിട്ട് നമുക്ക് ഐൻദുബൈയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോകാം, വിച്ച് ഈസ് aindubai.com. അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പല റേഞ്ച് ഓഫ് ടിക്കറ്റ്സ് കാണാൻ പറ്റും. മോസ്റ്റ് ബേസിക് വൺ എന്ന് പറയുന്നത് ഐൻദുബൈ വ്യൂസ് ആണ്. അതിൻ്റെ വില എന്ന് പറയുന്നത് ഇസ് അറൌണ്ട് 145 AED. പിന്നെ അതുകൂടാതെ ഐൻദുബൈ വ്യൂ പ്ലസ് ഉണ്ട്, വിച്ച് ഓൾസോ ഇൻക്ലൂഡ് സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ്. അപ്പം അതിൻ്റെ വില AED 195 ആണ്. അങ്ങനെ കൂടി വരും. ആൻഡ് ദ മോസ്റ്റ് ബേസിക് വൺ ആണ് നമ്മളെടുത്തത്, വിച്ച് ഈസ് ഐൻദുബൈ വ്യൂസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐൻദുബൈയുടെ ഗ്ലാസ് ക്യാബിൻസ്. ഇതിൽ 48 ക്യാബിൻസ് ഉണ്ട് മൊത്തത്തിൽ. ആൻഡ് ഓരോ ക്യാബിനിലും ഏകദേശം 40 ആൾക്കാർക്ക് കയറാൻ പറ്റും. ഇതിങ്ങനെ ജസ്റ്റ് ഇവിടെ സ്ലോ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ആൻഡ് യു ഹാവ് ടു ജസ്റ്റ് ജംപ് ഇൻസൈഡ് നമ്മുടെ അടുത്തെത്തുമ്പോൾ. ഫൈനലി കുറെ സ്ട്രഗിളിന് ശേഷം നടന്ന് മടുത്ത് ഞങ്ങൾ ഐൻദുബൈ എത്തി. ആൻഡ് ഇതാണ് നമ്മുടെ ക്യാബിൻ. സോ ഈ ട്രിപ്പിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 38 മിനിറ്റ്സ്. 38 മിനിറ്റ്സോളം ഇതൊരു ഫുൾ സർക്കിൾ എടുത്ത് വരും. പയ്യെ നിർത്തി ആളെ കയറ്റി. ആക്ച്വലി ഇത് നിർത്തിയില്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യും. വി ജസ്റ്റ് ജംപ് ഇൻ. അപ്പൊ അങ്ങനെ പയ്യെ ആളെ കയറ്റി ഒരു ഫുൾ സർക്കിൾ എടുത്ത് ഇത് വരാൻ ഓൾമോസ്റ്റ് 38 മിനിറ്റ്സ് എടുക്കുന്നാണ് പറയുന്നത്. ആൻഡ് ഈ ക്യാബിൻ ഈസ് സോ സ്പേഷ്യസ്. ആൻഡ് മെയിൻ തിങ് എന്താന്ന് പറഞ്ഞാൽ ഇത് എയർ കണ്ടീഷൻഡ് ആണ്. അതായത് പുറത്ത് പൊരിഞ്ഞ ചൂടാണെങ്കിലും മഴയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇതിന്റെ അകത്ത് സുഖമായിട്ടിരുന്ന് ഈ വ്യൂസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇത് പയ്യെ ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പകൽ ഇത് വേറൊരു വൈബായിരിക്കും അല്ലേ. പകല് മറ്റേ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചവും സൺലൈറ്റും ഒക്കെ കിട്ടും. പക്ഷെ ഇതും വേറെ അടിപൊളി വൈബ്. അതായത് ഫുൾ സിറ്റി മറ്റേ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടെ വാക്ക് വേയും നമ്മൾ നടന്നു വന്ന JBR ബീച്ചും പിന്നെ ഇങ്ങോട്ടുള്ള റോഡ് കണക്ടിവിറ്റിയും എല്ലാം ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ഫുൾ 360 ഡിഗ്രീസിൽ നമുക്ക് വ്യൂ കിട്ടും. ഫുൾ ഗ്ലാസ് ക്യാബിൻ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും വ്യൂയോട് വ്യൂ. ഈ സൈഡിൽ നോക്കിയാൽ നമുക്ക് ഈ ബ്ലൂ വാട്ടർ ഐലൻഡിന്റെ കുറച്ച് ഭാഗങ്ങളാണ് കാണാൻ പറ്റുന്നത്. അപ്പുറത്തെ സൈഡിൽ അത്ര വ്യൂ ഇവിടെ ഇല്ല. ഈ സൈഡാണ് ഏറ്റവും അടിപൊളി. ഈ സ്ട്രക്ചേഴ്സ് കണ്ടോ, ഇത് ബ്ലൂ വാട്ടർ ഐലൻഡിൽ ഉള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് ആണ്. ഇങ്ങനെ ലൈറ്റ് ഒക്കെ തെളിച്ച് വെച്ചിരിക്കുന്നത്, ഈ ബ്ലൂ വൺസ്. ഇടയ്ക്ക് കളറൊക്കെ മറന്നു കണ്ടു. ഇറ്റ് ലുക്ക് സോ ഗുഡ്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ഇൻ ദുബായ് കംപ്ലീറ്റ് ആയി. ഞങ്ങളിപ്പോ ഐൻദുബായ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. ആൻഡ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ദുബായ് എന്ന് പറയുമ്പോൾ മെയിൻലി ഹൈറ്റിൽ നിന്നുള്ള കാഴ്ചകളും സംഭവങ്ങളൊക്കെയാണല്ലോ. ആൻഡ് ദിസ് വാസ് സോ ഗുഡ്. നമ്മൾ വിചാരിച്ചതിലും അതിൻ്റെ ഭംഗി, ചുറ്റും ഫുൾ ലൈറ്റ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇത് കുറെ ആൾക്കാർ ഇത് അടച്ചിരുന്നപ്പോൾ, ഐ മീൻ വെൻ ഇറ്റ് വാസ് ക്ലോസ്ഡ്, a lot of people missed it, right? So I feel bad for them. കാരണം it was a really great experience. നമ്മൾ അങ്ങോട്ടേ പോകുന്നത്, did we just come to the washroom? Okay, vlog എടുത്ത് വഴി മാറിപ്പോയി. So we are going back to the exit. ഇനി എന്താ നമ്മുടെ പരിപാടി? ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഈ ഐലൻഡിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ചില്ല് ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഫൈനൽ ആക്ടിവിറ്റി. സോ ബൈ.